ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവ്യക്തമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരി. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. മംഗളശ്ലോകം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 98ാമത്തെ ശ്ലോകം. കഥാകാലേ മാത കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണനിർണേജനജലം പ്രകൃത്യാമോകാനാമപി ച കവിതാകാരണതയാ കഥാ ദത്തേ വാണി മുഖകമലതാംബൂലരസദാ. ഈ ശ്ലോകത്തിൻ്റെ ശ്രദ്ധ എന്താണെന്ന് പറഞ്ഞാൽ കവിത്വം. സരസ്വതി ദേവിയുടെ അനുഗ്രഹമുണ്ടാവും, കവിത്വം ഉണ്ടാവും ഈ ശ്ലോകം പഠിച്ചാൽ എന്നാണ് പറയുന്നത്. ഹേ മാതാവേ, ഹേ മാതാ, അല്ലയോ മാതാവേ, തവ നിന്തിരുവടിയുടെ കലിതാലക്തകരസം പാതാരവിന്ദങ്ങളിൽ ചാർത്തിയ, ഇവിടെ അരക്കുഴമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അരക്കുഴമ്പ് കലർന്നതായ, എന്താണത് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ചാറ് എന്നും പറയും. ചരണനിർണേജന ജലം, പാദപ്രക്ഷാളന ജലത്തെ വിദ്യാർത്ഥി, വിദ്യാലാഭത്തെ ആഗ്രഹിക്കുന്നവനായ അഹം, ഞാൻ അടിയൻ, കഥാകാലേ ഏതൊരു കാലത്തിൽ പിബേയം പാനം ചെയ്യും, കഥയ നിന്തിരുവടി അരുളി ചെയ്താലും. അമ്മയുടെ പാദപ്രക്ഷാളന ജലത്തെ നമ്മൾ പാനം ചെയ്താൽ നമ്മൾക്ക് കവിത്വം ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ സൂചന. ആ പാദപ്രക്ഷാളന ജലമാകട്ടെ പ്രകൃത്യ സ്വഭാവേന തന്നെ മൂകാനാമപി, മൂകന്മാരായവരെയും, അതായത് സംസാരിക്കാൻ കഴിയാത്തവർക്ക് കൂടി, ഊമകൾക്ക് കൂടി എന്നർത്ഥം, കവിതാകാരണതയാ കവിതയ്ക്ക് കാരണമായി ഭവിക്കുന്നതിനാൽ, വാണീമുഖ കമല താംബൂല രസതാം സരസ്വതി ദേവിയുടെ വദനാരവിന്ദത്തിലെ വെറ്റിലച്ചാറിൻ്റെ അവസ്ഥയെ കഥ എപ്പോൾ ധരിക്കും എന്ന് പറയുകയാണ്. അല്ലയോ മാതാവേ, വിദ്യാലാഭത്തെ അർത്ഥിക്കുന്നവനായ അടിയൻ അരക്കുഴമ്പ് കലർന്നതായ നിന്തിരുവടിയുടെ പാദപ്രക്ഷാളന ജലത്തെ ഏതൊരു കാലത്തിൽ പാനം ചെയ്യുമെന്ന് നിന്തിരുവടി തന്നെ അരുളി ചെയ്താലും. അതായത് പാദ്യങ്ങളൊക്കെ കൊടുക്കില്ലേ ദേവിമാർക്കും ഗുരുക്കന്മാർക്കൊക്കെ, അതിലൂടെ അത് പറയുന്നത് പാദം കഴുകിയ തീർത്ഥം, അത് ഇത് ചെമ്പരത്തി ചാറ് എന്നും പറയുന്നുണ്ട്. അത് നമ്മൾ സേവിച്ചാൽ അത് പാനം ചെയ്യുമെന്ന് എപ്പോഴാണത് പാനം ചെയ്യാൻ അർഹതയുണ്ടാവുക എന്ന് അങ്ങ് തന്നെ അരുളി ചെയ്താലും എന്ന് പറയുന്നു. സ്വഭാവേന തന്നെ ഊമകളായവർക്ക്, അതായത് സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് കൂടി കവിതയ്ക്ക് ഹേതുഭൂതമായിരിക്കുന്നതിനാൽ, അതായത് കവിത്വം വരും എന്ന്, അത് നമ്മൾ പാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കവിത്വം ഉണ്ടാകും. ആ പാദതീർത്ഥമാകട്ടെ എപ്പോഴാണ് വാഗ്ദേവിയുടെ വദനാരവിന്ദത്തിലെ, അതായത് വാഗ്ദേവി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവി, അവരുടെ വദനാരവിന്ദത്തിലെ, അതായത് വെറ്റില താംബൂല രസത്തിൻ്റെ, അത് വെറ്റില ചവക്കും ദേവിമാരൊക്കെ എന്ന് പറയുന്നത്, അത് വെറ്റില സമർപ്പിക്കുമല്ലോ, വെറ്റില ഈ താംബൂലം വെറ്റില അടക്കി സമർപ്പിക്കും ദേവിമാർക്ക്. അത് വദനാരവിന്ദത്തിലെ താംബൂല രസത്തിൻ്റെ സ്ഥാനത്തെ വഹിക്കുന്നത് എന്ന് പറയുന്നു. ഈ കവി എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനിയാണ്, അതായത് ത്രികാലത്തെ അറിവ് കവികൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരായ ദേവിയുടെ പാദതീർത്ഥത്തെ സേവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും
ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം അതാണ്. ഇങ്ങനെ പാദതീർത്ഥത്തെ സേവിച്ചാൽ മൂകന്മാരായാൽ പോലും അവർക്ക് കവിത്വം ഉണ്ടാവും, വാഗ്മിയായി ഭവിക്കും, അതായത് സരസ്വതി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ദേവി തന്നെയാണ് എല്ലാം. സരസ്വതി ദേവിയും മറ്റു ദേവിമാരും എല്ലാം ഈ നമ്മുടെ പരദേവതയായ ദേവി തന്നെയാണ് എന്ന് പറയുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.